വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ KS അനിൽകുമാർ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുമെന്നും ഡോക്ടർ KS അനിൽകുമാർ പറഞ്ഞു. അന്വേഷണത്തിന് ആവശ്യമായ തുക സർവകലാശാല നൽകുമെന്നും VC വ്യക്തമാക്കി. അതേസമയം കോളേജ് ഇടപെടാനുള്ള കാര്യങ്ങളിൽ VC ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പിതാവ് ജയപ്രകാശും പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അന്വേഷണ കമ്മീഷനിൽ പ്രതീക്ഷയുണ്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് വ്യക്തമാക്കി. എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ അന്വേഷണം അതിൻ്റെ വഴിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ പാസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും വൈസ് ചാൻസലറിൻ്റെ സെക്രട്ടേറിയറ്റിൽ എല്ലാവരും മാറിയിട്ടുണ്ടാവും. എല്ലാവരും പുതിയ ആൾക്കാരാവും. അതിന് ഒരു സംശയത്തിന് ഇടപെടണമെന്ന് എനിക്ക്. അദ്ദേഹം ഇപ്പം വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പുതിയതല്ലേ, പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ കോളേജ് പുതിയതായിട്ട് VC ആയിട്ട് വന്നതാണ്. ഇതിനു മുമ്പും 2 VC വന്നിട്ട് പോയി എല്ലാം ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ശരിയാക്കിയല്ലോ. അപ്പോൾ അതുപോലെ അല്ല ഇദ്ദേഹം ഒന്നും എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. പറഞ്ഞാൽ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. മുമ്പ് വന്നുള്ളവർ അങ്ങനെയല്ല, വിശദമായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അവർ വന്നിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 2 ദിവസം ആയപ്പോഴേ രണ്ടാമത്തെ VC എല്ലാം ശരിയാക്കി എൻ്റെ കുടുംബത്തിനങ്ങ് തന്നു. എല്ലാവരും അകത്ത് കയറ്റിയെടുത്തു. അപ്പോൾ ഇത് അതുപോലെ അല്ല, അദ്ദേഹം നല്ലൊരു കാര്യവിവരം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ കാര്യവും വിശദമായിട്ട് മനസ്സിലാക്കി. പിന്നെ എനിക്ക് കുറച്ച് അവലാതികളുണ്ടായിരുന്നു അവിടുത്തെ കുറിച്ച് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം, ഇപ്പം ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും ഒരുമിച്ച് പോകാനുള്ള സമയത്ത് ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് അതിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷേ കോളേജിൽ ഇടപെടാൻ പറ്റിയ കാരണത്തിനെക്കുറിച്ച് ഒരു 10 പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് അത് കൊടുത്തത് ഇത് ഉറപ്പായിട്ടും ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടും അദ്ദേഹം ചെയ്യും. പഴയ VC പോലെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പോട്ടെന്ന്. ശാലിനിയുടെ വിവരങ്ങളുമായി. ശാലിനി, എന്തായാലും ഇപ്പോൾ മുൻ VCമാരെ പോലെ അല്ല, ഇപ്പോൾ വന്ന പുതിയ VC പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉറപ്പിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിലും വിശ്വാസമുണ്ട്. തൻ്റെ മകന് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് തന്നെയല്ലേ പിതാവ് ജയപ്രകാശും പറഞ്ഞു വയ്ക്കുന്നത്. രജനി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മുൻപുണ്ടായിരുന്ന 2 VCമാരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് തന്നെയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ പ്രതികരണം എന്നുള്ളതാണ് ശ്രദ്ധേയം. അദ്ദേഹം പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ്. കാരണം മുൻപും സമാനമായി തന്നെ 2 VCമാർ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ VCമാർ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയിരുന്നു. കുടുംബത്തിന്റെ ചില ആശ്വാസ വാക്കുകളും വാഗ്ദാനങ്ങളും ഒക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ നടപ്പിലായില്ല. അവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കുന്ന ഇടപെടലുകൾ നടത്തിയെന്നുള്ള കാര്യമാണ് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെയാണ് പുതിയതായി ചാർജ് എടുക്കുന്ന അല്ലെങ്കിൽ പുതിയതായി നിയമിതനായ VC KS അനിൽ അല്പസമയത്തിന് മുമ്പ് ഏകദേശം രാവിലെ 10 മണിയോട് കൂടിയാണ് നെടുമങ്ങാട്ടെ വീട്ടിലേക്ക് സന്ദർശനത്തിനായി എത്തിയത്. കുടുംബത്തിനോടൊപ്പം തന്നെ അരമണിക്കൂറോളം അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തിനുള്ള ആകുലതകൾ, അവരുടെ സങ്കടങ്ങൾ, ഒപ്പം തന്നെ അവർക്ക് കോളേജിൽ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് SFIയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ്. അവിടെ നടക്കുന്ന ചില അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ VCക്ക് മുൻപിൽ സിദ്ധാർത്ഥന്റെ കുടുംബം പങ്കുവയ്ക്കുകയുണ്ടായി. ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ചില ആവലാതികളും ഉൾപ്പെടെ രേഖാമൂലം VC അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജയപ്രകാശ് പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ VCയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം തന്നാൽ കഴിയുന്ന എല്ലാ സഹായവും സിദ്ധാർത്ഥന്റെ കുടുംബത്തിനായി ഉണ്ടാകുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണവും CBIയുടെ അന്വേഷണവും നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനായി ചെയ്യും, നീതിക്കൊപ്പം നൽകുമെന്നുള്ള ഉറപ്പാണ് പുതിയ VC നൽകിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് രാജ്ഭവനിലെത്തി ഗവർണറെ അദ്ദേഹം കാണുന്നുണ്ട്, വകുപ്പ് മന്ത്രി അദ്ദേഹം കാണുന്നുണ്ട്. അതിനുശേഷമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് താൻ പോവുക എന്നുള്ളതാണ് പുതിയ VC അറിയിച്ചിട്ടുള്ളത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച് സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവായിക്കൊണ്ട് അതിന്റെ അന്വേഷണ ചുമതല മുൻ ഹൈക്കോടതി ജഡ്ജിയെ ഏൽപ്പിച്ചുകൊണ്ട് അതിലെ വലിയ രീതിയിലുള്ള നീക്കം രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഔദ്യോഗികമായ ഉത്തരവ് കൂടി രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒപ്പം തന്നെ
CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കീഴിൽ നടന്നു വരികയാണ്. എന്തായാലും രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. എന്തായാലും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ജയപ്രകാശ്. ഒപ്പം തന്നെ നീതിക്കായി ഒപ്പം ഉണ്ടാകുന്ന പ്രതികരണം തന്നെയാണ് VC-യുടെ ഭാഗത്തു നിന്നുമുള്ള. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ചർച്ചയ്ക്ക് വഴിവെച്ച കേസിൽ നിർണായകമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങൾക്ക് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഇനി ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി പുതിയ VC നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് VC-യുടെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ജീവനക്കാരെയും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. പുതിയ ജീവനക്കാരായിരിക്കും ഇനി അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു രീതിയിലും സംശയമോ അല്ലെങ്കിൽ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ തന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. രാജ്ഭവന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രജനി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.